ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ടെൻസ് പഠിച്ചാലോ? നമുക്കറിയാം ടെൻസുകൾ 3 തരത്തിലുണ്ട്: പ്രസൻറ്റ്, ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ്. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസിലൂടെ പഠിപ്പിക്കാനായിട്ട് നോക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് മലയാളത്തിലാണെങ്കിൽ പോലും നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കണം, പ്രസൻറ്റ് സംസാരിക്കണം, അതുപോലെ തന്നെ ഫ്യൂച്ചറും സംസാരിക്കണം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ചെയ്തു, ചെയ്തിരുന്നു, ചെയ്തുകൊണ്ടിരുന്നു, അങ്ങനെ പല രീതിയിലും സംസാരിക്കാറുണ്ട്. അതിനു വേണ്ടിയാണ് ഈ പാസ്റ്റ് ടെൻസിനെയും പല സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എല്ലാം യൂസേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളിവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്നാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, വി യൂസ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. അതായത് നമ്മൾ കഴിഞ്ഞ് തീർത്ത് ചെയ്ത കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പാസ്റ്റ് ഹാബിറ്റുകൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നു. ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ അറ്റ് എ സ്പെസിഫിക് ടൈം, ഒരു സ്പെസിഫിക് ടൈമിൽ ഞാൻ യെസ്റ്റർഡേ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് ഒരു കാര്യം ചെയ്തു, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമിൽ നടന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ ഒരു ബിഗിനർ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട. നമ്മൾ ജസ്റ്റ് അത്യാവശ്യം നമ്മൾ ഒരു ചെയ്ത കാര്യം, അതായത് കഴിഞ്ഞു പോയ കാര്യം എങ്ങനെ സംസാരിക്കാം എന്നാണ് ഓർക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ പറയണം, ഒരാളെ കണ്ടു, ഇന്നലെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മൂവി ഇന്നലെ കണ്ടു എന്ന് പറയണം. അതിനായിട്ട് എങ്ങനെ പറയാം? ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു, ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമാണ്, അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അവളൊരു ഡിന്നർ ഉണ്ടാക്കി, അതിന് ഷീ കുക്ക് ഡിന്നർ. അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിച്ചു, ദേ പ്ലേഡ് ക്രിക്കറ്റ്. അപ്പോൾ ഇന്നലെ കളിച്ചു എന്ന് പറഞ്ഞെങ്കിലോ, ദേ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അതായത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, ഒന്ന് പറയാതെ ഇന്നലെ ഇന്നത് സംഭവിച്ചു. അതിനു വേണ്ടിയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, സ്പെസിഫിക് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമെന്ന്. ഏതൊക്കെയാണ് സ്പെസിഫിക് ടൈംസ്? അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. ഇപ്പോൾ ഞാൻ കാനഡയിൽ ലാസ്റ്റ് മന്ത് പോയി, ഐ വെൻറ്റ് കാനഡ ലാസ്റ്റ് മന്ത്. അങ്ങനെ നമുക്ക് ഈ ടൈം വേർഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പെസിഫിക് ടൈം റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഇതൊന്നും ഒരു ബിഗിനേഴ്സ് ആയവരെ സംബന്ധിച്ചിടത്തോളം ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അപ്പം നിങ്ങൾ ഒരേ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾക്കിപ്പോൾ പറയണം, ഞാൻ ഇന്നലെ ഫുട്ബോൾ കളിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം കളിക്കുക എന്നുള്ളതിൻ്റെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ്? കളിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? പ്ലേ. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കേണ്ടത് ഇന്നലെ കളിച്ചു അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കളിച്ചു എന്നൊക്കെയല്ലേ. അപ്പോൾ ഈ പ്ലേ എന്ന് പറയുന്നതിന് എന്താക്കി മാറ്റണം? പാസ്റ്റ് ആക്കി മാറ്റണം, അതായത് കളിച്ചു എന്നാക്കി മാറ്റണം. അതിനൊന്നും ചെയ്യണ്ട, പ്ലേയിൻ്റെ കൂടെ ഒരു ED കൊടുത്താൽ മതി, പ്ലേഡ്. അപ്പോൾ ഐ പ്ലേഡ് ഫുട്ബോൾ, അതിൻ്റെ അർത്ഥം മാറി, ഞാൻ ഫുട്ബോൾ കളിച്ചു എന്നായി. ഐ പ്ലേഡ് ഫുട്ബോൾ എന്ന് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൃത്തിയാക്കുക എന്നുള്ളതിൻ്റെ വെർബ് എന്താ? ക്ലീൻ ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയാക്കി എന്ന് പറയണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്ലീനിൻ്റെ കൂടെ ED ഇട്ട് കൊടുത്തു. അപ്പോൾ ഷീ ക്ലീൻഡ് ദ റൂം എന്നാക്കി. അതുപോലെ തന്നെ നെക്സ്റ്റ്, നിങ്ങൾ TV കണ്ടു,
നിങ്ങൾക്കറിയാം ടി വി നമ്മൾ എപ്പോഴും മലയാളത്തിലാണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് നമുക്കറിയാം നമ്മൾ ടി വി വാച്ച് ചെയ്യാന്നൊക്കെ പറയാം. അപ്പോൾ വാച്ച് എന്നുള്ളതാണ് കാണുക എന്നുള്ളത്, ടി വി കണ്ടു എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന വെർബ്. അപ്പം ഞാൻ ഇന്നലെ കണ്ടു, വാച്ച് എന്ന് പറഞ്ഞാൽ കാണുക എന്നുള്ളത്. അപ്പം ഞാൻ കണ്ടു എന്നാക്കണമെങ്കിൽ എന്താക്കണം, ഹി വാച്ച്ഡ് ടി വി. ഇനി വിസിറ്റ് ചെയ്തു എന്നുള്ളതിന് എന്താ, നമ്മളൊരു സ്ഥലത്ത് സന്ദർശിക്കുക എന്നുള്ളതിന് വിസിറ്റ് എന്നാണ്. അപ്പം എനിക്ക് വേണ്ട എന്താണ്, ഞാൻ സന്ദർശിച്ചു എന്നാണ്. അപ്പോൾ അവിടെ ഒരു ഇ ഡി കൊടുക്കാം, എന്നിട്ട് വി വിസിറ്റഡ് ഡൽഹി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ പ്രസൻറ്റ് പ്ലേ ആണ് എങ്കിൽ അതിനെ കളിക്കുക എന്നുള്ളതിനെ എനിക്ക് പാസ്റ്റിലാണ് പറയേണ്ടത്. അപ്പം എനിക്ക് കളിച്ചു എന്നാക്കുന്നതിന് വേണ്ടി ഇ ഡി ചേർക്കാം. പ്ലേ എന്നുള്ളത് പ്ലേഡായി, വാച്ച് എന്നുള്ളത് വാച്ച്ഡായി, ക്ലീൻ എന്നുള്ളത് ക്ലീൻഡായി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ ഈ ഇ ഡി ലാസ്റ്റ് എഴുതുന്നതിന് നമ്മൾ റെഗുലർ വെർബ്സ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റെഗുലർ വെർബ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വേർഡ്സ് കിട്ടും. ഇനി ഒരു പ്രശ്നമുള്ളത്, ഈ എല്ലാത്തിൻ്റെയും കൂടെ ഇ ഡി ഇട്ടാൽ ഒന്നും പാസ്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ പ്ലേയുടെ കൂടെ ഇ ഡി ഇട്ടിപ്പോൾ കളിച്ചു എന്നായി, വാച്ചിൻ്റെ കൂടെ വാച്ച് എന്നുള്ളതിൻ്റെ കൂടെ ഇ ഡി ഇട്ടിപ്പോൾ വാച്ച്ഡ് എന്നായി. അത് എല്ലായ്പ്പോഴും നമുക്ക് നടക്കില്ല കേട്ടോ. അപ്പം നമ്മൾക്ക് ചില സമയത്ത് ഇറഗുലർ വെർബ്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഈ കൊടുത്തിരിക്കുന്നത് ആണ് ഇറഗുലർ വെർബ്സ്. അത് നമ്മളൊന്ന് പഠിച്ചിരിക്കണം, അതായത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാടുണ്ട്, നിങ്ങൾക്ക് അതും ഈ പറഞ്ഞ പോലെ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടും. അതായത് ഗോ എന്ന് പറഞ്ഞാൽ എന്താ, പോകുക എന്നാണല്ലോ. എനിക്കപ്പോൾ പറയേണ്ടത് ഞാൻ പോയി എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗോയിൻ്റെ കൂടെ ജസ്റ്റ് കൊണ്ട് ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റായി മാറില്ല. അതിന് പോയി എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. വെൻറ്റ് എന്ന് പറയണ വെർബ് തന്നെ ഉപയോഗിക്കണം. ഐ വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ വെൻറ്റ് ഹോം എന്ന് വേണം പറയാനായിട്ട്. ഈറ്റ് എന്നുള്ളതിൻ്റെ കൂടെ ഒരു ഇ ഡി ഇട്ട് ഈറ്റഡ് എന്ന് എഴുതരുത്. ഈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് എയ്റ്റ് എന്നാണ്. അത് നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ വായിലിങ്ങനെ വായിച്ച് നമ്മൾ പഠിക്കണം. സി എന്നുള്ളതിന് നമ്മൾ വിചാരിക്കും ഒരു ഇ ഡി കൊടുത്താൽ ആവില്ലേ, അല്ല. സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്. അതിന് കണ്ടു എന്നുള്ളതിന് സോ എന്ന് തന്നെ പഠിക്കണം. അടുത്തത് നിങ്ങൾക്കറിയാമോ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒന്നും ചിന്തിക്കാനില്ല. നമുക്ക് ഇപ്പോൾ ഗോ എന്നാണല്ലോ പോകുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് പോയി എന്ന് പറയണം, അല്ല പോയില്ല എന്ന് പറയണം. അതായത് നെഗറ്റീവാണ്. ഞാൻ ബാക്കി എല്ലായിടത്തും പോയി, കണ്ടു അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ പോയില്ല, കണ്ടില്ല, ചെയ്തില്ല എന്നിങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് പ്രസൻറ്റ്, അതായത് ഗോ, കുക്ക്, പ്ലേ, വാച്ച് ഇതിൻ്റെയൊക്കെ നോർമൽ പ്രസൻറ്റ് വെർബ് അറിയാലോ. അതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഡിഡിൻ്റ് എന്ന് മാത്രം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ പോയില്ല എന്നുള്ളതിന് എനിക്ക് പോകുക എന്നുള്ളത് ഗോ എന്നറിയാം. അതിൻ്റെ ഫ്രണ്ടിൽ ഡിഡിൻ്റ് എന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. ഐ ഡിഡിൻ ഗോ, ഞാൻ പോയില്ല. അതുപോലെ തന്നെ അവൾ കുക്ക് ചെയ്തില്ല. കുക്ക് എന്നുള്ളത് നമുക്കറിയാം COOK. അതിൻ്റെ ആ കുക്ക് അതുപോലെ നിർത്തിയിട്ട് അതിൻ്റെ കൂടെ ഇഡിയോ അല്ലെങ്കിൽ വേറെ ടെൻസ് അന്വേഷിക്കുക വെർബ് അന്വേഷിക്കുക ഒന്നും ചെയ്യണ്ട. ഇപ്പം പ്ലേ എന്നുള്ളതാണെങ്കിൽ കളിച്ചില്ല എന്നുള്ളതിന് ഡിഡിൻറ്റ്, ദേ ഡിഡിൻ പ്ലേ, അവർ കളിച്ചില്ല, ദേ ഡിഡിൻ പ്ലേ. അതുപോലെ തന്നെ ടി വി കണ്ടില്ല, ഹി ഡിഡിൻ വാച്ച് ടി വി. അതായത് എന്താണ്, ജസ്റ്റ് ആ വെർബ് എഴുതുക, അതിൻ്റെ ഫ്രണ്ടിൽ ഡിഡിൻറ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വേർഡ്, അതായത് ഡിഡിൻ എന്നുള്ള വേർഡ് ഓർത്തിരിക്കുക. ഐ ഡിഡിൻറ്റ് വാച്ച് ടി വി, ദേ ഡിഡിൻറ്റ് പ്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം, ഷീ ഡിഡിൻ കുക്ക്, അല്ലെങ്കിൽ ഐ ഡിഡിൻ കുക്ക്, ഹീ ഡിഡിൻ കുക്ക്. അതായത് ഡിഡിൻറ്റ് എന്നുള്ളത് മാത്രം ഇട്ടാൽ മതി. വെർബിൻ്റെ കൂടെ ഇഡിയോ അല്ലെങ്കിൽ വെർബ് വേറെ മാറ്റി എഴുതുകയോ ഒന്നും ചെയ്യണ്ട. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഐ ഡിഡിൻറ്റ് വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയിന്നാ. ഓൾറെഡി ഡിഡിൻറ്റ് വരുമ്പോൾ തന്നെ അത് പാസ്റ്റിലേക്ക് അത് പോയി, ആ പാസ്റ്റ് ആണെന്ന് വന്നു. അതിനുശേഷം ജസ്റ്റ് ആ നോർമൽ വെർബ് എന്താണോ, ആ പ്രസൻറ്റ് V1 ഫോം എന്താണോ അത് മാത്രം ഇട്ടാൽ മതി. ഷീ ഡിഡിൻ പ്ലേ, ഐ ഡിഡിൻ ഗോ, അതാണ് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്. ബിക്കോസ് ഓൾറെഡി ഡിഡ് വന്നാൽ തന്നെ അത് പാസ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ ഈ സ്ലൈഡിൽ കൂടെ
വായിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്.